ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. നമ്മൾ ഇന്ന് ഡേ 12 ആയി. സോ ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് എ ഡിഫറൻസ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരു പരിധി വരെയിലേക്ക് എവിടെയും റിപ്പീറ്റേഷൻ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ലിസ്റ്റ് ആണെങ്കിലും നമ്മൾ കൗണ്ടർ ബ്ലെസ്സിങ്സ് ആയിട്ട് സമയം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ചെയ്ത പൈസയുടെ ആണെങ്കിലും അതിന് മുന്നേ ഒരു ദിവസം നമ്മൾ ഡേ 5 പൈസയുടെ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സിമിലാരിറ്റി തോന്നി. കാരണം ഇവർ പറയുന്നത് നമ്മുടെ ലൈഫിലെ നമ്മളെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്തിട്ടില്ല 3 പേർക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിതും ഏറെക്കുറെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേർക്ക് നമ്മൾ താങ്ക്സ് പറയുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ഏറെക്കുറെ അത്യാവശ്യം ഭയങ്കര സിമിലറായിട്ട് തോന്നി. ആകെ ഡിഫറൻസ് നമ്മൾ ഡെലിവർ ചെയ്യുന്ന രീതി രണ്ടാണെന്നുള്ളതാണ്. അന്ന് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ 3 പേരുടെ പേരെടുത്തു. നമ്മൾ ഈ 3 പേരെ പറ്റി നമുക്ക് താങ്ക് യു പറയാനുള്ളത് ഒരു 5 പോയിന്റ് 3 പേർക്ക് നമ്മൾ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു 3 പേരെ ചൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്തെന്ന് വെച്ചോ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ ഇപ്പം എന്താ അപ്പു എന്ന പേരെന്ന് വെച്ചോ, അപ്പു നീ ഇങ്ങനെ ചെയ്തു തന്നതുകൊണ്ട് എനിക്ക് നല്ല ഉപയോഗം ഉണ്ടായി, നീ അന്ന് എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റിയത് എന്ന് നമ്മളിങ്ങനെ പാരഗ്രാഫ് പോലെ അയാളെ കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗം ഉണ്ടായി, അല്ലെങ്കിൽ അയാൾ കാരണം നമ്മുടെ ലൈഫിൽ എത്ര നല്ല നല്ല മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ അയാളുടെ അടുത്ത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്ന പോലെ നമ്മളിത് പറയണം. ആൻഡ് നമ്മളിത് 3 പേരോടും ഇത് നമ്മൾ ഒറ്റ ഇരിപ്പിന് നമ്മൾ സൈലൻ്റായിട്ട് എവിടെയെങ്കിലും വന്നിരുന്നിട്ട് ഈ 3 ആൾക്കാരെ ചൂസ് ചെയ്ത് നമ്മളിങ്ങനെ അവരോട് ഒരു മോണോലോഗ് അല്ല, നമ്മൾ അവരോട് സംസാരിക്കുന്ന പോലെ അവരെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ മാക്സിമം ലെങ്തി ആക്കാൻ നോക്കുക. അത്രയും നല്ല കാര്യങ്ങൾ ഒരാളെ പറ്റി പറയാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇവരോട് നമ്മൾ താങ്ക് യു പറയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ നോക്കി സംസാരിച്ച് പറയും, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങളൊരു ഹോസ്റ്റൽ റൂമിലാണെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കൂടെ 1 2 3 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കെ പറയാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കില്ല, ചമ്മലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും ആവട്ടെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉറക്കെ സംസാരിക്കാൻ ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേന എടുത്തിട്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് തന്നെ മതി. നമ്മളിതിനകത്ത് നമ്മൾ അയാൾക്കൊരു കത്ത് എഴുതുന്ന പോലെ നമ്മൾ ഡിയർ ഇയാളുടെ പേര് എഴുതി ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് താങ്ക് യു ആളുടെ പേര് എഴുതി നമുക്ക് നിർത്താം. ഇത് നമ്മൾ ഈ 3 പേരുടെ കാര്യത്തിൽ ചെയ്യണം. ആൻഡ് ആകെ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഇത് നമ്മൾ രാവിലെ ഒരാൾക്ക് ചെയ്തു, ഉച്ചക്ക് ഒരാൾക്ക് ചെയ്തു, വൈകുന്നേരം ഒരാൾക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്തത്. നമ്മളിത് 3ഉം നമ്മൾ ഒന്നിച്ച് വേണം ചെയ്യാൻ. എന്നാലേ ആ ഒരു എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂടുതൽ വരുള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഡെപ്ത്നെസ് വരുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഞാൻ നേരെ ഇന്ന് ആക്ടിവിറ്റിയിലേക്കാണ് പോയത്. ടോപ്പിക്കിനെ പറ്റി ഒരു തരി പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ എക്സാക്ട് എക്സ്പ്ലനേഷൻ ഇതിന് മുന്നേ ഉള്ള മറ്റേ 3 പേരെ പറ്റിയുള്ള നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒരു തരത്തിലും എക്സ്പ്ലനേഷനിലേക്ക് പോകാണ്ട് ആക്ടിവിറ്റിയിലേക്ക് മാത്രം പോയത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് എടുത്ത് നമ്മൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് 10 ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഉറക്കെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഒരു നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ നമ്മൾ, ഇതിപ്പോൾ ഫ്രണ്ടാണെന്നില്ല കേട്ടോ, അതിപ്പോൾ നമ്മൾ ആരും ആവാം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നാളെ ചൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആരും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇൻറ്ററാക്ഷൻ ഇല്ല, എന്നാൽ ഒരാളുടെ എക്സിസ്റ്റൻസ് കൊണ്ട് അവർ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾക്ക് അയാൾ സംസാരിക്കുന്ന പോലെയും ചെയ്യാം. അയാൾ കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവരോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവർക്ക് കത്തെഴുതുന്ന പോലെ നമ്മളിത് ചെയ്യണം. ആൻഡ് നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മൾ മാജിക് റോക്ക് എടുത്ത് ഫുൾ ഡേ വിഷ്വലൈസ് ചെയ്ത് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇന്ന് നടന്ന ഏറ്റവും നല്ല കാര്യത്തിന് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ്, ബൈ ഗൈസ്.